പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ആദ്യ 2 മണിക്കൂറിൽ മികച്ച പോളിംഗാണ്. 142 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിലെ ഭവാനിപൂരിൽ നിന്ന് ജനവിധി തേടുകയാണ്. പ്രചാരണ കാലത്ത് കണ്ട അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചെയ്യുന്നു. ശ്രീനാഥ്, ഈ കേന്ദ്ര നിരീക്ഷകർ BJP ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ രാവിലെ തന്നെ മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട്. അതടക്കമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണോ ശ്രീനാഥ്? ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് മഹേഷ് തളി എന്ന കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ഒരു മേഖലയിലാണ്. അവിടെയുള്ള ഒരു സ്കൂളിന് മുന്നിലാണ് ഉള്ളത്. രാവിലെ ഈ വോട്ടെടുപ്പ് തുടങ്ങിയ നിമിഷം മുതൽ ഈ സമയം വരെ ഇവിടെ കാര്യമായ തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇടയ്ക്ക് ചെറുതായി ഒന്ന് മഴ പെയ്തിരുന്നു. ഇപ്പോഴും ചെറുതായി പെയ്യുന്നുണ്ട്. അത് വോട്ടർമാർക്ക് ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പലരും ഇത് കാർമേഘം കണ്ടതുകൊണ്ടാകാം, കുടയും ഒക്കെ എടുത്ത് വന്നതുകൊണ്ട് ഒരല്പം വലിയ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്നു. ഏതായാലും മഴ അല്പം മാറി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അത് ആശ്വാസകരമാണ്. പോളിംഗ് ബൂത്തുകളിലെല്ലാം ഈ തരത്തിൽ വലിയൊരു തിരക്ക് തുടക്കത്തിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതേ ട്രെൻഡായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാം ഘട്ട പോളിംഗ് നടന്നപ്പോഴും നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇത് ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നാം ഘട്ടത്തിൽ കണ്ടതുപോലെ ഒരു കനത്ത പോളിംഗ്, റെക്കോർഡ് പോളിംഗ് 90% മുകളിലേക്ക് വരെ രണ്ടാം ഘട്ടത്തിലും പോളിംഗ് പോയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. SIRലൂടെ കുറെ പേർക്ക് വോട്ട് നഷ്ടമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ബംഗാളിൽ നിന്ന് വരികയാണ്. പ്രമുഖർ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തൃണമൂലിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അഭിഷേക് ബാനർജി, മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ പ്രതികരണം അതിനുശേഷം വന്നിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.